സാക്ഷിയെ പോലും ഞെട്ടിച്ച കൊലപാതകമായിരുന്നു കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ അരങ്ങേറിയത്. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു 24-കാരനായ ഐവിന്റെ ജീവൻ നഷ്ടമാവുന്നതിലേക്ക് വരെ കാരണമായത്. ഇത്തരം കേസുകൾ ആദ്യമായല്ല കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് കല്ലാച്ചി ജാതി ഏരിയയിൽ 2 വിവാഹ സംഘങ്ങളുടെ വണ്ടികൾ തമ്മിൽ ഉരസിയതിനെ തുടർന്നുണ്ടായ തർക്കം വൻ സംഘർഷത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ മാസം 20-നായിരുന്നു. കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും മറ്റൊരു സംഘർഷം കൂടി നടന്നു. കൊടുവള്ളിയിൽ കാറിന് സൈഡ് കൊടുക്കാത്തതിന്റെ പേരിൽ വിവാഹ സംഘത്തിന്റെ ബസ്സിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ചെറുതും വലുതുമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് കേരളം സാക്ഷിയായതാണ്. മരണത്തിലെത്തുന്ന സംഘർഷങ്ങളും കുറവല്ല എന്ന് തന്നെ വേണം പറയാൻ. ഇത്തരത്തിൽ മറ്റൊരു വിവാദമായ കേസ് കൂടി നടന്നിരുന്നു. 2015 ജനുവരി 29-ന് തൃശൂരിലെ ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ ജീപ്പിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് അത്തരത്തിൽ ഒരു കേസ് തന്നെയായിരുന്നു. നിഷാം എന്ന വ്യക്തി വാഹനവുമായി എത്തിയപ്പോൾ ഗേറ്റ് തുറക്കാൻ വൈകിയതും പിന്നീട് ID കാർഡ് കാണിക്കാൻ ആവശ്യപ്പെട്ടതിലും പ്രകോപിതനായാണ് ചന്ദ്രബോസിനെ നിഷാം അന്ന് പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തി അപകടപ്പെടുത്തിയത്. സാഹചര്യം മാറിയെങ്കിലും ഐവിന്റെ കൊലപാതകവും സാമ്യതയുള്ള ഒന്ന് തന്നെയായിരുന്നു. പതിവ് പോലെ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനമായ നെടുമ്പാശ്ശേരിയിലെ കാസിനോ എയർ കാറ്ററേഴ്സ് ആൻഡ് ഫ്ലൈറ്റ് സർവീസിലേക്ക് ജോലിക്കായി ഇറങ്ങിയതായിരുന്നു ഐവിൻ ജിജോ എന്ന 24-കാരൻ. വിമാനങ്ങളിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിലെ ഷെഫായിരുന്നു ഐവിൻ ജിജോ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ. ഒരു വട്ടം സംസാരിച്ചാൽ തന്നെ ഇഷ്ടം വരുന്ന സംസാര രീതി. അമ്മയായ റോസ്മേരിയുടെ പ്രിയപ്പെട്ട ഐവിൻ. അമ്മയെ ജോലിക്കായി എത്തിക്കുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഐവിൻ തന്നെയായിരുന്നു. അമ്മ ജോലി ചെയ്യുന്ന മാർസ്ലീവ ആശുപത്രിയിലെ ജീവനക്കാർക്ക് പോലും സുപരിചിതനായ ഒരാളായിരുന്നു ഐവിൻ. ഇരുചക്ര വാഹനങ്ങൾ അപകടപ്പെടുന്ന ഇന്നത്തെ കാലത്ത് തന്റെ മകന് അത്തരമൊരു അപകടം വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു കാറിൽ യാത്ര ചെയ്യാൻ റോസ്മേരി തന്റെ മകനെ നിർദ്ദേശം നൽകിയത്. അന്നും തന്റെ മകൻ സുരക്ഷിതമായി തിരിച്ചെത്തും എന്ന പ്രതീക്ഷയോടെയാണ് റോസ്മേരി ജോലിക്കെത്തിയത്. എന്നാൽ ഡ്യൂട്ടിക്കിടയിൽ ആ അമ്മയ്ക്ക് കേൾക്കേണ്ടി വന്നത് മകന്റെ അപകട വാർത്തയും. റോസ്മേരിയുടെ കണ്ണുനീർ ഇനിയും വറ്റിയിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത തന്റെ മകനെയാണ് ക്രൂരമായി അവർ കൊന്നുകളഞ്ഞത്. എന്റെ മകൻ ഒരു തെറ്റും ചെയ്യില്ല. ഇതുവരെ ആരുമായും ഒരു വഴക്കും അവനില്ലായിരുന്നു. അയൽവാസികൾ ഉൾപ്പെടെയുള്ളവരെ കണ്ടാൽ ഒരു ഹായ് പറഞ്ഞു പോകുന്ന എന്റെ മകനെയാണ് ഇത്രയും ക്രൂരമായി അവർ കൊന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ഐവിന്റെ അമ്മയുടെ വാക്കുകളാണിവ. ജോലിസ്ഥലത്തേക്ക് 9:30-യോടെയാണ് ഐവിൻ ഇറങ്ങിയത്. റോഡിൽ ഒരു തർക്കമുണ്ടായതായും അല്പം താമസിക്കുമെന്നും ഐവിൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. വാഹനത്തിന് സൈഡ് കൊടുക്കാൻ തയ്യാറായില്ല എന്നതിൽ തുടങ്ങിയ വാക്കേറ്റം. അതിൽ വാഹനത്തിന് ഉരസുകയും ചെയ്തു. ഇതേ തുടർന്നാണ് മൂവർക്കുമിടയിൽ സംഘർഷം ഉടലെടുക്കുന്നത്. ഐവിനും മറ്റൊരു കാറിലെ CSF ഉദ്യോഗസ്ഥരുമാരായ വിനയ്കുമാറും മോഹനനും തർക്കത്തിലേക്ക് എത്തി. കാർ ഇങ്ങനെയാണോ ഓവർടേക്ക് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് വളരെ മോശമായ രീതിയിലായിരുന്നു മറ്റു 2 പേരുടെയും മറുപടി. അതും പറഞ്ഞുകൊണ്ട് 2 പേരും കാറിൽ കയറി പോവാൻ ശ്രമിക്കുന്നതിനിടെ ഐവിൻ മുന്നിലേക്ക് വന്ന് നിന്ന് തടയാൻ ശ്രമിച്ചു. പ്രകോപിതരായ അവർ ഐവിനെ കാർ മുന്നോട്ടെടുത്ത് ഇടിച്ചു തെറിപ്പിച്ച ശേഷം ബോണറ്റിലേക്ക് ഇട്ട ശേഷം ഓടിച്ചു പോകാൻ ശ്രമിക്കുകയും പിന്നീട് ഐവിനെ റോഡിലിട്ട ശേഷം ശരീരത്തിലൂടെ കാർ കയറ്റി രക്ഷപ്പെടുകയും ചെയ്തു. തലക്കേറ്റ പരിക്കു മൂലമാണ് മരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു. കാർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനെ തുടർന്ന് ബോണറ്റിൽ നിന്ന് വീണപ്പോഴാകാം തലയ്ക്ക് മുറിവേറ്റതെന്ന് കരുതുന്നു എന്ന് നിഗമനത്തിലെത്തിയെങ്കിലും പിന്നീട് ഒരു വീടിന്റെ മുന്നിലാണ് ഐവിൻ വീണ് കിടന്നിരുന്നത്. ബോണറ്റിൽ നിന്നും വീണ ഐവിൻ വീടിന്റെ മതിലിനും കാറിനുമിടയിൽ പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പിന്നീടുള്ള കണ്ടെത്തലിനൊടുവിൽ CSF ഉദ്യോഗസ്ഥരും ബീഹാർ സ്വദേശികളുമായ SI വിനയ്കുമാർ ദാസ്, കോൺസ്റ്റബിൾ മോഹൻകുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഐവിന്റെ കാറും ഉദ്യോഗസ്ഥരുടെ കാറും തമ്മിൽ ഉരസിയതിനെ തുടർന്നുള്ള വാക്കുതർക്കം മൂലം
ഐവിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ കാറിടിപ്പിച്ച് ബോണറ്റിന് മുകളിലേക്ക് വീഴ്ത്തുകയും ബോണറ്റിൽ പിടിച്ചുകിടന്ന് നിലവിളിച്ച ഐവിനെ 1 കിലോമീറ്ററോളം ദൂരം ഓടിച്ച് സഡൻ ബ്രേക്ക് ഇട്ട് വീഴിച്ച ശേഷം കാറിടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് പ്രതികൾ സമ്മതിക്കുകയും ചെയ്തു. മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ ചുമതലയുള്ളവർ തന്നെ ജീവനെടുക്കുന്ന ഈ കാലത്ത് നല്ലതെന്തെന്ന് തിരിച്ചറിയാൻ പോലും പ്രയാസമാണ്. ഒരു നേരത്തെ ദേഷ്യം ഇല്ലാതാക്കിയത് ഒരു മനുഷ്യജീവനാണ്. നിസ്സാര കാരണങ്ങളുടെ പേരിൽ തർക്കവും അത് പിന്നീട് അടിയിലേക്കും പ്രതികാരത്തിലേക്കും എത്തിക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു പാഠമാകും.